ഹലോ ഗായ്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ നല്ല മഴക്കാരുണ്ടായിരുന്നു. ഞാൻ അമ്മയും കൂടെ ഇറയത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് പറമ്പിൽ ഞങ്ങൾ ചീര പറിക്കാൻ പോകാമെന്ന് വിചാരിച്ചു ഇരിക്കുകയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയായി. പിന്നെ മഴ തോരട്ടെ എന്ന് വിചാരിച്ചു. ചെറുതായിട്ട് ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മഴ തോർന്നങ്ങ് പോയിട്ട് ഒരു അരമണിക്കൂറൊക്കെ പെയ്തോളൂ. ഇത്തിരി വെയിൽ കണ്ടപ്പോൾ ഞാനും അമ്മയും കൂടെ ചീര പറിക്കാനായിട്ട് ഇറങ്ങി. ഇത് ഇവരുടെ വീടിൻ്റെ ബാക്കിലത്തെ പറമ്പിലാണ് ചീര ഉള്ളത്. നമ്മുടെ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഇവിടെ നിന്ന് ചീര പറിക്കാറുണ്ട്, കാരണം ഇവിടെ കുറേ ഉണ്ട്. പിന്നെ അവിടെ അങ്ങനെ ചാണകം കൂട്ടിയിട്ടിരിക്കുന്ന കണ്ടിട്ടൊന്നും വിചാരിക്കരുത്, അത് അവർ കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കണതാണ്. അങ്ങനെ ഇതിൻ്റെ ബാക്കിൽ ഇവിടെയാണ് ചീരയുള്ളത്. കുറേയൊക്കെ പറിച്ച് പോയിട്ടുണ്ട്. പിന്നെ ഈ സാധനത്തിന് നിങ്ങളുടെ അവിടെ എന്താ പറയുക, ഇതിന് ഞൊട്ടാഞ്ഞൊട്ടി വരുന്നോ അങ്ങനെ എന്താ പറയുക, ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കായ ഉണ്ടാവും. അത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ കളറാവും. ഇതുപോലെ തന്നെ സെയിം കാണാനായിട്ടുള്ളൊരു ചെടിയുണ്ട്. അത് ഭയങ്കര മരുന്നാന്നൊക്കെ പറയുന്നത് ന്യൂസിൽ കണ്ടിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ്. ഞാൻ അതാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് നോക്കിയ സമയത്ത് ഇതല്ല. അങ്ങനെ ചീരയൊക്കെ പറിച്ച് കഴിഞ്ഞ് അമ്മ ചേച്ചിയുടെ അടുത്ത് വർത്താനം പറഞ്ഞു നിന്നപ്പോൾ ഞാൻ ഇവിടെ കുറേ പൂച്ചകളുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടപ്പോൾ ഞാനിങ്ങനെ അടുത്തേക്ക് പൂച്ചകളെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവിടെ നിന്ന് കണ്ടെടുക്കില്ല. ഇത് അവിടെ അടുത്തുള്ള അമ്പലമാട്ടോ. അങ്ങനെ ഞാനും അങ്ങ് തിരിച്ചു പോന്നു. കുറച്ച് തൈര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്, അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നമ്മൾ തിരിച്ചു പോണ വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ വഴിയിൽ കുറേ ചെമ്പരത്തിയൊക്കെ കണ്ടപ്പോൾ അമ്മ ഇങ്ങനെ പറയായിരുന്നു നമ്മുടെ അവിടെ ചെമ്പരത്തിയൊന്നുമില്ല, അപ്പോൾ അതിൻ്റെ കമ്പ് കൊണ്ട് നടാനൊക്കെ. നമ്മൾ പറിച്ചൊന്നുമില്ല കേട്ടോ. അവിടെ അടുത്ത് കുറേ ആടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞിങ്ങനെ വരിക. കുറച്ച് ഇരുമ്പുള്ളി പറിച്ചു. ഞങ്ങളുടെ അടുത്ത് ഇരുമ്പുള്ളി എന്നാണ് പറയുക, പരിപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ചീര വൃത്തിയാക്കാനിരുന്ന സമയത്ത് അതിൽ കുറച്ച് പുഴുണ്ടായിരുന്നു, 2-3 പുഴുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കിളിക്കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ പുഴുവിനൊന്നും അങ്ങനെ കൊടുത്തു നോക്കിയിട്ടൊന്നുമില്ല. അവർ കഴിക്കുന്നതാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ ഞാൻ കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടിനെയും കൊണ്ടിരുത്തിയിട്ടാണ്. പക്ഷേ അവരതിനെ മൈൻഡ് ചെയ്യുന്നില്ല. അവർക്ക് കാണാൻ പറ്റാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. അവരിതൊക്കെ ആദ്യമായിട്ടല്ല കാണുന്നത്. അങ്ങനെ ഞാനൊരു ഈർക്കിലിൽ കുത്തിയിട്ട് പുഴുവിനെ വെച്ച് കൊടുത്തു. ആദ്യം അത് വിഴുങ്ങി, പിന്നെ തുപ്പിക്കളഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു മുറത്തിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കാമെന്ന്. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കാണുമല്ലോ, അങ്ങനെ എങ്ങാനും പുഴുവിനെങ്ങാനും കുത്തിയെടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുത്തിയതാണ്. പക്ഷേ അവരതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അത് ചീരയൊക്കെ എരിഞ്ഞ് ശരിയാക്കി. പിന്നെ ഇരുമ്പും പുളിയും പരിപ്പും കൂടെ കറി വെച്ചാണത്. പിന്നെ മാങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ചോറുണ്ടു. വൈകിട്ടായപ്പോൾ ഞാൻ ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഇറക്കിയിട്ട് ഇപ്പം ഞാനൊന്ന് പുറത്തൊക്കെ ഇറക്കി തുടങ്ങി. കാക്കയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട്. പക്ഷേ ഞാൻ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ കണ്ട ഇത്രയേ ഉള്ളൂ, ഇത്ര ചെറുതാണ്. ഞാനിത് അടുത്തുനിന്ന് എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര കുറച്ച് വലിപ്പമുണ്ടെന്ന്. അത്രയൊന്നും ഇല്ല, ഭയങ്കര കുഞ്ഞാണ്. ചെറുതായിട്ട് ചിറകൊക്കെ ഇട്ടാൽ അടിക്കുന്നുണ്ട്. ഇവർ ഇത്തിരി കൂടെ വലുതായിട്ടാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവർ രണ്ടുപേരും ഇങ്ങനെ പുറത്തിറക്കി നടത്തണുണ്ട്. അപ്പോൾ അച്ഛൻ വന്നിട്ട് അച്ഛനൊന്നും എടുത്തുവിട്ട് അവരെ വീഡിയോ അധികം എടുത്തില്ല, ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.